പട്ടി നായിന്റെ മോനെ തുണിയില്ലാത്ത പണം കണ്ടാ നോക്കിക്കല്ലടാ. മാങ്ങാ തൊലി മാറ്റിയാൽ എന്താണെന്ന് അറിയാമോ? എന്തുട്ടാണ്? അണ്ടി. ഈ അണ്ടി കിളിച്ച് വലുതായി അതിനകത്ത് ലക്ഷക്കണക്കിന് മാങ്ങ ഉണ്ടായി, പിന്നെ അതിനകത്ത് ലക്ഷക്കണക്കിന്. മതി 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 മതി, ടെൻഷൻ ആകാതിരിക്കൂ. ഒരു 100 പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ ടെൻഷൻ അല്ല, ടെൻഷൻ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ല, കുറച്ച് നാളായിട്ടേ നീ ഫൈനാൻസ് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തായി? ഇപ്പൊ പ്രൊഡ്യൂസർ വന്നെത്തും, നാളെ പ്രൊഡ്യൂസർ എത്തും, അല്ല ഇന്ന് പ്രൊഡ്യൂസറുടെ ഫ്ലൈറ്റ് ലേറ്റ് ആണ്. ഓ, ഏഞ്ചത്തെ കോളി പോകുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിനക്ക് എന്നെ ഒന്ന് കൊന്നു തരാമോടാ? ഡോണ്ട് വറി, യു വറി, ഐ വറി, ആൻഡ് വി ആർ ഓൾ ഡെലിവറി. ഈ ജസ്റ്റിൻ പെരേരയെ ക്വസ്റ്റ്യൻ ചെയ്യരുത് ഡയറക്ടർ സാർ. ഞാനേറ്റാൽ കേട്ടതാണ്. അണ്ടി എല്ലാം കിളിച്ച് മരമായി, പിന്നെ അതിനകത്ത് മാങ്ങ ഉണ്ടായി, ഈ മാങ്ങയിൽ അണ്ടി ഉണ്ടായി. 10 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങിയില്ലെങ്കിൽ ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കാലി മാറും. അതിനൊരു മന്ത്രിയൊന്നും അല്ലല്ലോ. സമാധാനപ്പെടും സാർ. ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജരായിരിക്കുന്നിടത്തോളം ഇതിന്റെ ഫൈനാൻസും ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ശരിയാക്കും. ചിരിക്കരുത്, കുറച്ച് നാളെ നിന്റെ ഈ ചിരി കാണാൻ തുടങ്ങിയിട്ട്. എന്റെ ലാഫിന്റെ അർത്ഥം മനസ്സിലായില്ല അല്ലേ? ഞാൻ എത്ര പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇതിന്റെ ഫൈനാൻസിന് വേണ്ടി 4 ദുബായ്ക്കാരന്മാരെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. കൂടുതൽ അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ തിരിച്ചു ദുബായ്. ഇങ്ങോട്ടൊന്ന് വിളിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ടോക്ക് ചെയ്യാനുണ്ട്. അവന്റെ ഒരു കാര്യം. ദുബായ് എന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ലക്ഷങ്ങളുമായി ഇവിടെ എത്തിയ ഉന്നതന്മാരായ 4 കലാകാരന്മാർ. ഒന്ന് വേഗം വിളിക്കാം. പിന്നൊരു കാര്യമുണ്ട്, 4-ാമനെ സൂക്ഷിക്കണം. അവൻ ഭയങ്കര വില്ലനാണ്. ബി കെയർ ഫ്രീ. ഓക്കെ, കം ഓൺ, വരൂ, കം ഓൺ. നോക്കിയോളൂ ആരാ വണ്ടിയെന്ന് ഇറങ്ങുന്നതെന്ന്. കണ്ണമ്പുഴ കൃഷ്ണനുണ്ണി, നിക്രിസ്റ്റ്. ഹലോ, രാജേഷ് മാൻ, ആർക്കിസ്റ്റ്. അറേബ്യൻ ചലച്ചിത്ര വേദിയെ കിടകിട വിറപ്പിച്ച മുടിചൂട മന്നൻ അംജദ് അലി ഖാൻ. ഇല്ല, ഇനി ഒരാൾ കൂടി ഉണ്ട്. ഉസ്താദ് ജാഫർ ഖാൻ, മ്യൂസിഷ്യൻ. വരണം മിസ്റ്റർ ജാഫർ ഖാൻ, വരണം. ഭയപ്പെടണ്ട, 8 ലക്ഷമാണ് നിൽക്കുന്നത്. 18 lakhs. 8 lakhs? Yes, 18 lakhs. Very nice. ദുബായിൽ വെച്ച് സാറിന്റെ പല A class പടങ്ങളും തലയിൽ മുന്നിട്ടുകൊണ്ട് പോയി കണ്ടിട്ടുണ്ട്. അതിലെ അഭിനയം തൂലോ മോശം. എക്സാക്ട്ലി കറക്റ്റ്. വയലാർ മരിച്ചതിന് ശേഷം പാട്ടുകാർ നന്നേ കുറഞ്ഞിരിക്കുന്നു. പ്ലീസ് സിറ്റ് ഡൗൺ. ഇരിക്കൂ. ആരെ കൊണ്ടാ പാട്ടഴിച്ചത്? ഒരു ഗ്ലാമറും ഇല്ല. ഈ പടത്തിൽ ഒരു കണ്ണമ്പുഴ സ്റ്റൈല് തന്നെ സൃഷ്ടിക്കും. ചെങ്ങമ്പുഴ കുമാരനാശാനോ തകഴി കുട്ടമ്പിള്ളയോ കൈവയ്ക്കാത്ത പല മേഖലകളിലും ഞാൻ കൈവയ്ക്കും. ധൈര്യമായി വെച്ചോളൂ. ഡാം ഡിവാൻ, ജാക്കി ചാൻ, ബ്രൂസ്ലി എന്നിവരോടൊപ്പം അഭിനയിക്കാൻ എന്നെ വിളിച്ചതാണ്. ഞാൻ പോയില്ല. എന്തുകൊണ്ട് അറിയാമോ? എന്താണാവോ? മലയാള ചലച്ചിത്രവേദി എന്റെ അഭിനയം കണ്ട് കോരിത്തരിക്കുവാൻ കാത്തിരിക്കുകയാണ്. എന്റെ നാദതരംഗത്തിൽ കേരളമാകെ മയങ്ങി വീഴും.
കലവും ജീവിതവും രണ്ടും രണ്ടാണ്. പക്ഷേ അതിനെ ഒന്നിപ്പിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. കലമാണ് ജീവിതം, ജീവിതമാണ് കലം. മലയാള ചലച്ചിത്ര ഗാനശാഖ ബ്രേക്കിലും റേപ്പിലും കുരുങ്ങിക്കിടക്കുകയാണ്. ആ കുരുക്കഴിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. അതൊന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഞാനിവിടെ കൊണ്ടുവന്നത്. കാറ്റ് കാറ്റ്. എന്റെ ഗാനങ്ങളിൽ പ്രാസമുണ്ട്, പ്രസാദമുണ്ട്, പ്രതിഭാസമുണ്ട്, ആഭാസമുണ്ട്. അത് നമ്മുടെ ഈ പടത്തിൽ ജീവിക്കണം. അദ്ദേഹം പാട്ട് നന്നായി പാടും. ഓക്കെ. തന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? കണ്ണമ്പുഴ. കണ്ണമ്പുഴ. കണ്ണമ്പുഴ, താങ്കളുടെ പാട്ടൊന്ന് കേൾക്കട്ടെ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം ഫ്ലൂട്ടുകാരൻ, പ്രേമരോഗറോടുകളിൽ ഊതി നിൽക്കും കൂത്തുകാരൻ. നല്ല എക്സ്പീരിയൻസാ. കൂടുതൽ പൊക്കണ്ട. വെൽക്കം. എന്താ ഇഷ്ടപ്പെട്ടില്ലേ പൊങ്ങുന്നത്? നീ മിണ്ടണ്ട പുല്ലേ. മിസ്റ്റർ കണ്ണമ്പുഴേ, ഇതൊരു പഴയ മലയാള സിനിമാ ഗാനത്തിന്റെ പാരഡി ഗാനമാ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, ആധുനിക കവിതയാ. കാക്കാക്ക കി 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 പാപ്പാപ്പ പി 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 ഹാ ഹാ ഹാ. അവന്റെ ഒരു ഒടുക്കൽ ഇനി ആ ഗാനഗന്ധർവന്റെ പാട്ടുകൂടെ ഒന്ന് കേൾക്കട്ടെ. നല്ല മലയാള ഗാനം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കട്ടെ. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് ഡയറക്ടർ മനസ്സിൽ സ്റ്റോപ്പ് വാഷ്. ഡയറക്ടർ ഈസ് ഡയറക്ടർ, മാനേജർ ഈസ് മാനേജർ. മാനേജർ ഡയറക്ടറെ റെസ്പെക്ട് ചെയ്യണം. യു ആർ കറക്റ്റ്. അതിന് എന്റെ ശബ്ദത്തിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കണം. വരേരാ. ദുബായിലെ മൈക്കൽ ജാക്സൺ ഞാൻ. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, ഐ ലവ് യു. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, ഐ ലവ് യു. തന്റെ കലാവൈഭവം കൂടി ഒന്ന് കാണട്ടെ. തനിക്ക് അല്പം കൂടി വിവരം ഉണ്ടെന്ന് തോന്നുന്നു. മിസ്റ്റർ ഡിസൂസ, എന്നിലൊരു മോഹൻലാലോ, ഒരു മമ്മൂട്ടിയോ, ഒരു സുരേഷ് ഗോപിയോ അല്ല, സാക്ഷാൽ യുവൾ ബൃന്ദം. ഓക്കെ, അല്ല, തനിക്ക് വികാരപരമായി വല്ലതും കാണിക്കാനുണ്ടോ? ഞാനേ ഒരു ഡയലോഗ് തനിക്ക് തരാം. അത് തനിക്കൊന്ന് പ്രസന്റ് ചെയ്യാമോ? ശരി, കേട്ടോ. ആറ്റുതോറ്റ് വളർത്തിയ ഈ അച്ഛനെ ധിക്കരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ഒന്ന് പറഞ്ഞു. ആറ്റുതോറ്റ് വളർത്തിയ ഈ അച്ഛനെ ധിക്കരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ഒന്നുകൂടെ പറഞ്ഞേ. അച്ഛനോറ്റ് വളർത്തിയ എന്റെ അച്ഛനെ ധിക്കരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? മിസ്റ്റർ പെരേര, ഒന്ന് കാണിച്ചു കൊടുക്കുക. ആറ്റുനോറ്റ് വളർത്തിയ ഈ അച്ഛനെ ധിക്കരിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? ഇതാണ് അഭിനയം. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. മനസ്സിലായി മനസ്സിലായി. ആറ്റുനോറ്റ് വളർത്തിയ ഈ അച്ഛനെ ധിക്കരിക്കാൻ നിനക്ക് എന്നാ ധൈര്യം വന്നടാ? നല്ല ഓർക്കിഡല്ല അതില് കലക്കി ദുബായി തന്നെ തല്ല വന്നോടാ.
നിന്റെ വീട്ടുകാരെ പോയിട്ടല്ലടാ. നിനക്ക് ഞാൻ വെട്ടിച്ചുണ്ടടാ. നീയൊക്കെ എന്ത് വിചാരിച്ചടാ? ഒന്നുമല്ലെങ്കിലും ഞാനൊരു ഡയറക്ടർ അല്ലേടാ. എന്നെ കൊല്ലാമോടാ? ഇറങ്ങി പോയടാ. എടുത്തോണ്ട് പോടാ ഈ പൊടിക്കുപ്പിയെ. എടുത്ത് മാറ്റ്. എടുത്തോണ്ട് പോടോ. സാർ അമ്മമാരുടെ ഒരു ഫൈനാൻസ് എന്താടാ? വെറുതെ മോങ്ങാത്ത കാര്യം എന്താന്ന് വെച്ചാ പറയടാ. ദുബായിലേക്ക് എത്ര എസ്റ്റിന് വിളിച്ച്, എത്ര കമ്പി അടിച്ച്, എത്ര ലോക്കൽ കാൾ വിളിച്ച് കഷ്ടപ്പെട്ട് വരുന്ന 8 ലക്ഷം രൂപ പുല്ലുപോലെ ഇറങ്ങി പോയത് കണ്ടില്ലയോ? തനിക്ക് ഡയറക്ടർ ആവണോ? എന്നാ മര്യാദയ്ക്ക് അമാരെ വിളിച്ച് കഥ പറഞ്ഞു കൊടുത്ത് കാശ് മേടിക്കാൻ നോക്ക്. ഒരു ഡയറക്ടർ വന്നിരിക്കുന്നു. തനിക്ക് 8 ലക്ഷം രൂപ പോയിട്ട് ഒരു പൈസ ഉണ്ടാക്കാൻ സാധിച്ചോ? എന്നാ നീ അവരെ പോയി വിളിക്ക്. എന്നെ കൂടെ മനസ്സിലായി ഇപ്പൊ. വേഗം പോയി വിളിക്കണം. എന്നാ ഞാൻ പോയി വിളിക്കാം. അതാ നല്ലത്. വന്നിരിക്കുന്നു. ഞാന് പുതുമുഖങ്ങളെയും പഴയ മുഖങ്ങളെയും വെച്ചെടുക്കുന്ന ഒരു ചിത്രമാണ്. എനിവേ, നിങ്ങൾക്ക് 4 പേർക്കും ഇതിൽ ചാൻസ് തരാൻ തീരുമാനിച്ചു. അപ്പോ ഇനി നമുക്ക് 30 എക്സൈറ്റ്. അതായത് ഇതാണ് എന്റെ പടത്തിന്റെ സ്ക്രിപ്റ്റ്. ഞാനിതൊന്ന് വായിക്കാം. അപ്പൊ ഒരു കാര്യം മറന്നുപോയി. ഞാൻ പോയി മറ്റേത് ഒപ്പിച്ചോട്ട് വരാം. സ്റ്റോറി കൺഫ്യൂഷൻ തുടരട്ടെ. ബേപ്പൂർ കടപ്പുറത്തെ ഒരു പള്ളി. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഫാദർ അറിഞ്ഞോ, റോബിമോൻ ഇന്ന് വരുന്നുണ്ട്. ഓ, മിസ്സിസ് പെരേരയുടെ തിടുക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ധൃതിയില്ല, പോട്ടെ. ആന്റി, നീ എപ്പോ വന്നു? ഒത്തിരി നേരമായി. ആന്റി പോയ ഉടനെ. എന്താ നീ പതിവില്ലാതെ? റോബിൻ ഫോൺ ചെയ്തിരുന്നു. ഇന്ന് വരാൻ പറ്റില്ല, അടുത്ത മാസം നോക്കാന്ന്. അത് പറയാനാ വന്നത്. അവൻ വരണ്ട. അവനെ കാണാൻ ഇവിടെ ആരും കൊതിച്ചിരിപ്പില്ല. മിസ്സിസ് പെരേര. രണ്ടും കൂടെ കുശുറ് ഒപ്പിച്ചാണല്ലേ? മിസ്സിസ് പെരേര, ചൂടാവല്ലേ, എനിക്ക് സഹിക്കത്തില്ല. ഓ, ആട്ടെ, നീ എപ്പോഴാ വന്നത്? ട്രെയിൻ കൃത്യമായിട്ടെത്തി. 10-ന് ഞാനിവിടെ ലാൻഡ് ചെയ്തു. നിന്റെ ഷർട്ടിൽ അപ്പടി അഴുക്കായല്ലോ. നമ്മുടെ കാറിന് എന്തോ ട്രബിൾ ഉണ്ട്. ഇറ്റ്സ് മൈ ഡിയറസ്റ്റ്. അല്ല, ഡിയറസ്റ്റ് അല്ല, അത് വേറെ ഉണ്ട്. ഡിയറസ്റ്റ് തന്നെയാ മോനെ. എന്താണെന്നറിയോ, അത് വെറും കാറല്ല, മെമ്മറീസ്. അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? വരൂ, വല്ലതും കഴിക്കാം. ഞാൻ പോയിട്ട് ഇപ്പം വരാം. ഡാഡി തിരക്കുന്നുണ്ടാവും. അവിടേക്ക് എവിടെയായിരുന്നു ഇത്ര നേരം? അവൻ വന്നിട്ടുണ്ട് അല്ലേ?
എന്നിട്ട് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇപ്പൊ വന്നതേ ഉള്ളൂ പപ്പ. അവന് ലീവ് കിട്ടുമ്പോ നേരെ ഇങ്ങോട്ട് വരിക ആ പതിവ്. വെറോണിക്ക ജീവിച്ചിരുന്നപ്പോ ഒരാഗ്രഹം അവള് പറഞ്ഞിട്ടുള്ളൂ, നിന്റെയും റോബിയുടെയും കല്യാണം. ഞാനത് നടത്തും, പൊടി പൊടിച്ച് നടത്തും, നോക്കിക്കോ. ആ മോളെ, അതുവരെ എന്റെ മോൾക്ക് അബദ്ധമൊന്നും ഉണ്ടാവരുത്. Can you follow me? റോബിൻ പറ, ഞാൻ കേൾക്കാം. ലോഡ്ജിലെ മുറിയിലിരിക്കുമ്പോഴും കോളേജിലിരിക്കുമ്പോഴും ഒക്കെ ഈ കടലിന്റെ ശബ്ദം മനസ്സിലുണ്ടാവും. അതിലലിഞ്ഞ ഒരു മധുര സ്വരം, നിന്റെ സ്വരം. എനിക്കും ഓർക്കാൻ മറ്റൊന്നുമില്ല റോബിൻ. എപ്പോഴും ഒരേ മുഖം, ഒരേ സ്വരം. റിയലി. അവധിക്ക് വരുമ്പോഴൊക്കെ ആഗ്രഹിക്കും, ഒക്കെ തീരുമാനമാവുന്നു. പപ്പയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ പാവങ്ങളല്ലേ. പറവകൾ ചുള്ളിക്കമ്പുകൾ ശേഖരിക്കും പോലെ പപ്പ കൂട്ടിവെക്കുന്നുണ്ട് കല്യാണത്തിന്. അതെനിക്കറിയാം. ആനി എന്റെ മോഹമാവുന്നതുവരെ ജീവിതത്തിൽ ഒന്നും ആശിക്കാനില്ലായിരുന്നു. അത് മനസ്സിലിരിക്കട്ടെ. പ്ലീസ് ആനി. നോ, അതൊക്കെ പിന്നെ. നേരെ ഒത്തിരിയായി. വാ പോവാം. ഞാൻ വിടില്ല. റോബിൻ വാന്നേ, പോവാം പ്ലീസ്. उसके सिवा ഇതെന്ത് കൂട്ടാ? ഈ ആന്റണിക്ക് ആരുമില്ല. കള്ളു കുടിച്ചാലും ഇല്ലേലും ആന്റണി തനിച്ച. കുടിച്ച് പൂസാകുമ്പോ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നും. അതൊരു തെറ്റാണോ? ചേട്ടൻ പോയി ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ തന്നെ വന്നത്. ഓ, നീ കാശുള്ളവരല്ലേ മൈൻഡ് ചെയ്യൂ. എന്റെ കാശില്ല, അതുകൊണ്ട് പോവാൻ പറയുന്നല്ലേ. കാശിനൊരു അർത്ഥമില്ലടി, ശൂന്യമില്ലേ കാശ്. എന്റെ ഒരു ഹാർട്ട് ഉണ്ട്. ഇവിടെ കിടക്കണ്ട, വെറുതെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ. ഞാൻ ഇവിടെ കിടക്കൂ. പറ്റില്ല, പോ ഇവിടുന്ന്. പോവാനല്ലേ പറഞ്ഞേ? നീ എന്നെ പുറത്താക്കൂല്ലേ? ഞാൻ ഇനിയും വരും. ഇറങ്ങി പോ. എനിക്ക് കാശല്ല, പക്ഷെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഹാർട്ട് ഉണ്ട്. മൈ ഹാർട്ട്. റോബിനോ? നിന്നെ കാണാറില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നു. വരുമ്പോന്നും അങ്കിളില്ല. ഞങ്ങളിന്ന് വീട്ടിലേക്ക് വരാണ്ടിരിക്കായിരുന്നു. ന്യൂസുകളൊക്കെ അപ്പോഴപ്പോ അറിയാറുണ്ട്, നമ്മൾ തമ്മിൽ കാണാറില്ലെങ്കിലും. ആന്റി എവിടെ? വരുന്നുണ്ട്, ഞാൻ ആദ്യമേക്ക് പോന്നു. ലോറൻസ്. ആനി, ഇനി നമുക്ക് ധൈര്യമായിട്ട് പുറപ്പെടാം. ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ തന്നെ കാണണം. നീ കണ്ടില്ലേ, ഇവന് തിന്നാനും കുടിക്കാനും ഒക്കെ നല്ലോണം കൊടുക്കണം. ഹലോ ഹലോ. കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും. അതേടാ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് പോവാം. പിന്നെ കാണാം. ബൈ ബൈ. ആയിരുന്നോ? കൊണ്ടുവിടാം. വേണ്ട. ഞായറാഴ്ച എവിടെ ആയിരുന്നേ? വീട് അടച്ചിരുന്നല്ലോ. അത് ചോദിക്കാൻ താനാരാ? പോസിംഗ് കേസ് ഒന്നും കാണിക്കണ്ട. പുതിയ 2-3 കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങോട്ടേ അങ്ങോട്ട് എന്നാടി പോന്നെ? അവിടെ അമ്മ മീൻ നാറത്തില്ല.
സമയമായി, വേഗം ചെല്ലാൻ പറഞ്ഞു. ആ നീ പറ്റോ, ഞാൻ വന്നേക്കാം. അവനങ്ങ് വരും, നമുക്ക് ഇറങ്ങാം. ഡ്രം എടുത്തേക്കാം. അല്ല, ആനിമോളെയും കാണാനില്ല. ആനിമോള് വന്നോളും, വിഷമിക്കണ്ട, വന്നാട്ടെ. എനിക്ക് ഈ വേഷത്തിൽ പപ്പയെ കാണുമ്പോ സങ്കടം വരും. പാവം. ആളും കൂടി അല്ലോ, എന്തോ ഒരു കഷ്ടമാണ്. 5 മിനിറ്റ് താമസിച്ചു പോയി. എന്താ ചെയ്യാ? ആ 10 വരെ എങ്ങോട്ടാണ് മാഷ? കടലിലേക്ക്. എന്താ വെറുതെ ചോദിച്ചാ? എങ്ങോട്ടാ? ഓ, ദ്വീപിലേക്ക്. ഈ കാറ്റും കൂടെ കുഴപ്പത്താൻ ദ്വീപിലെത്തിയത് തന്നെ. നിങ്ങൾക്കത് പറയാം. ഇനി 2 ആഴ്ചയുള്ളൂ നിക്കാഹിന് ബാക്കി. അതിനു മുമ്പ് എങ്ങനെങ്കിലും ദ്വീപിലെത്തിക്കിട്ടാ മതി. പഠിച്ചോനെ, മിക്കവാറും കോയങ്ങ് ദ്വീപിലെത്തുമ്പോഴേക്കും ഓളെ കെട്ട് കഴിഞ്ഞിരിക്കും. അത് പിയാപ്പിള വേണ്ടേ? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഓളെ പിന്നെ അവിടെ ആര് വന്ന് കെട്ടാന്? ദ്വീപില് വേറെ പിയാപ്പിളല്ലേ? അത് കൊള്ളാം. അതെ, എന്റെ പെണ്ണ് ഞാൻ ചെല്ലുന്ന നേരം ഓളിനെ കാത്തിരിക്കും. നമ്മൾ തമ്മിൽ അത്രയ്ക്ക് മുഹബത്തിലാണ്. ഇതിന്റെ അകത്ത് മുഴുവൻ ഓക്കുള്ള സാധനങ്ങളാണ്. അല്ലേ? ഓള് കാത്തിരിക്കും. വിവാഹം സ്വർഗത്തിൽ മാത്രമല്ല, നരകത്തിലും നടക്കും. അതെന്റെ വാപ്പല്ലേ കഹിന്റേതല്ല. നിങ്ങളെ ഞാനാണ് കോയ. അതാ കള്ളു ഷാപ്പിനുള്ളിൽ നമുക്ക് കയറി വരാൻ പാടില്ല. അല്ലേ കടൽക്കാകന്റെ പത്തേമാരി വന്നോ? ഇല്ല. എനിക്കിപ്പോ എത്ര ധൃതി? നീ പിന്നെ എപ്പോഴാണ് ഇത് വരിക? ഞാനെങ്ങനെ അറിയാ? ഞാനൊന്നുകൂടി ഇരുന്നോട്ടെ. ഇരുന്നോ? ഇന്റെ ദ്വീപിലേക്ക് ഇനി കടൽക്കാക്കന്റെ പത്തേമാരി മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞേ. അത് നേരാണോ നിങ്ങളെ? അത് വെറുതെയാ. വന്നാ രക്ഷപ്പെട്ടിയാനെ. ഞാൻ ആകെ ബേജാറില്ല. എന്തിനാ ബേജാറാവണേ? അതെന്നാണ് പറയണേ. ഇത് പെങ്ങളെ നിക്കാഹിന് 4 കാശ് ഉണ്ടാക്കാനും വേണ്ടി കരയിൽ വന്നതാണ് ഞാൻ. ഇന്നത്തെ ഈ സഞ്ചിയിൽ കുറെ സ്മഗ്ലിംഗ് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോളെ. ഇതൊക്കെ വിറ്റ് പറിക്കി വന്നപ്പോ ദിവസം ഒത്തിരി ആയിപ്പോയി. എന്നിട്ടെന്താ പോകാഞ്ഞത്? പോകാൻ കപ്പല് വേണ്ടേ? കാറ്റും കൂടും തുടങ്ങുന്നതിന് മുമ്പ് ഒടുക്കത്തെ കപ്പലും പോയി. ഇന്റെ പറച്ചോനെ, ഇനി നിക്കാഹിന് ഞാൻ എങ്ങനെ ദ്വീപിലെത്തും? ഇതിന്റെ അകത്ത് പോയതിനും ഓക്കുള്ള തുണിയും പണ്ടങ്ങളും ആണ്. കടൽക്കാക്കന്റെ പത്തേമാരി വരും, തിരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾ ബേജാറാകാണ്ടിരിക്കേ. എന്ത് സമാധാനം? നിങ്ങൾക്കറിയോ, ഇന്റെ നിക്കാഹിന് ഇനി കഷ്ടി 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഈ 2 ആഴ്ച മുമ്പിൽ ഞാനവിടെ എത്തിയില്ലേ, ഈ സാധനം വേസ്റ്റ് ആവും. അല്ല കോയെ, സ്മഗ്ലിംഗ് സാധനമൊക്കെ കഴിഞ്ഞോ? ഇപ്പോഴൊക്കെ വിറ്റ് കഴിഞ്ഞു. ഞാൻ അടുത്ത തവണ വരുമ്പോഴേ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും എന്നോട് പറഞ്ഞോളേ. അല്ല, നിങ്ങൾ കടൽക്കാക്കിനോട് പറഞ്ഞിട്ട് ഇന്നൊന്ന് ദ്വീപിലേക്ക് എത്തിച്ചേരാൻ പറ്റും? ഞാൻ ഏറ്റുപോയേ. ഇന്റെ റബ്ബേ, അത് മതി. കോയെ, ഒരു ലാർജ് എടുക്കട്ടെ? എടുത്തോളി. അല്ല, ഇതാണ് ഇത്. നമുക്ക് അതിന് വേറെ ആളൊക്കെ. അപ്പോളേ മറ്റേത് പറഞ്ഞോണ്ട് കേട്ടോ. ഹലോ, നീ നോക്കിക്കോ, ഇവൻ നിനക്കൊരു കൊച്ചിനെ തന്നിട്ട് വലിയ നമുക്ക് പോവാം.
നട്ടുച്ച നേരം മുതൽ ഒരേ നിപ്പ് നിന്നതല്ലേ, കുറച്ചിരുന്നിട്ട് പോവാം. ഞാനിരുന്ന ശരിയാവില്ല. മോളെ 2 ഗ്ലാസ് എടുത്തോ, കുറച്ച് വെള്ളവും. അപ്പ ഈടെ ഓവർ ആവുന്നുണ്ട്. ഞാനോ? ഓവറാകാൻ ഓവർ കാശ് വേണ്ടേ മോളെ? അല്ലേ? പിക്കിൾ ഇരിപ്പുണ്ടോ മോളെ? അതൊന്നും ഇവിടെ ഇല്ല. മതി മതി. പറയുമ്പോ തനിക്ക് വിഷമം തോന്നരുത്. പത്തേമാരി ഉണ്ടാക്കിയും ഡ്രം അടിച്ചും താൻ തന്റെ മോനെ വളർത്തി വലുതാക്കി. പക്ഷേ അവന്റെ പോക്കത്ര ശരിയല്ല. എനിക്കറിയാം ചേട്ടാ, തന്റെ ഹെൽപ്ലെസ്നെസ് എനിക്കറിയാം. എന്നാലും പറയാ, അവൻ എന്റെ മോളെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വിലക്കണം. തന്റെ മുഖത്ത് നോക്കി ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് വിഷമിക്കായിരുന്നു ഞാൻ. പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവൾ കാര്യമില്ലാതെ ഒന്നും പറയില്ല എന്ന് എനിക്കറിയാലോ. താനിരിക്കേ? ഇല്ല. അങ്കിൾ പോവാ? ഐ എം സോറി. എന്ത് ചെയ്യാം? എനിക്ക് സമാധാനം നടത്തുന്നത് നല്ലത്. പക്ഷെ ഡേറ്റ് തീരുമാനിക്കണം. റോഡിനോട് ചോദിക്കണ്ടേ? എന്ത് ചോദിക്കാൻ? ഇന്ന് കെട്ടിക്കൊടുത്ത അവൻ അത്രയും സന്തോഷം. റോഡ് മണ്ടല്ലോ, നിങ്ങൾ നിന്റെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒന്നും പറയണ്ട, അവൻ എല്ലാം കേട്ടു. അവന്റെ രാത്രി എന്നാ ഞാൻ അവനെ നാളെ വരാം.
കെട്ടിപ്പിടിക്കാൻ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ നിരത്തിയിട്ടില്ല. നിരത്തിയായിരിക്കും ആണെന്ന് വെച്ചോ. ഹോബിയാ റാസ്കൽ ഒത്തിരി തല്ലിന്ന് കേട്ടു. അതെയോ? കള്ളു കുടിച്ചതുകൊണ്ട് എനിക്ക് ബോധം നശിച്ചിട്ടില്ല. ഹോബിയല്ല ഓരോ തുള്ളി ബ്ലഡിന് ഞാൻ പറഞ്ഞു ചോദിക്കും. അതെയാ? ഫെലിക്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി. അതിന് ആന്റണിക്കെന്താ? ഞങ്ങളുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. എനിക്കതൊന്നും അറിയണ്ട. ഇപ്പൊ കാശ് തരണം. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഫിലിക്സിനെ വെറുതെ വിടില്ല. അതൊക്കെ പിന്നെ ഇപ്പൊ കുടിച്ചതിന് കാശ് തന്നെ ചോദിച്ചു. ഞാൻ മറന്നുപോയിട്ടല്ല, അവനെ കൊന്നേച്ച് വന്ന് ഞാൻ നിനക്ക് കാശ് തരാം. ഓക്കെ? എനിക്കിന്ന് കണക്ക് കൊടുക്കാനുള്ള ഇന്ന് സയൻസ് കൊടുക്കും. കാശ് തന്നേച്ച് പോകാണെന്നേ. തന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നേരെ പോയി വളർത്തണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. അവനോട് പറഞ്ഞേക്കണം സിനിമയിലെ പോലെ വലിയ ഹീറോസ് ഒന്നും കാണിക്കണ്ടാന്ന്. കടൽക്കാക്കയുടെ പത്തേമാരി കണ്ടില്ലല്ലോ. ആന്ധ്രോത്തിന് ചരക്ക് കയറ്റുന്നുണ്ടായിരുന്നു. മിക്കവാറും ഇങ്ങെത്തും. കടല് കനിഞ്ഞ അങ്ങേര് വന്നാ പിന്നെ പോകുന്നത് വരെ ഉത്സവമാ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തെ പുകിലേ ആളൊരു ദേഷ്യക്കാരനാ, എങ്കിലും സ്നേഹമുള്ളവനാ. പിണങ്ങിയ കാലനും. ഇവിടെ ഇരുന്ന ശരിയാകില്ല. എസ് ഐ അദ്ദേഹം ചിലപ്പോ കറങ്ങി അടിച്ചിതിലേ വരും. ആളൊരു കടുവയാ. എന്താ അവിടെ ഒറ്റമ്പളൊക്കെ? എന്താ എന്തെങ്കിലും ഓടുന്നുണ്ടല്ലോ? എന്താ ഇത്? എന്താണോ തനിക്ക് മാലയിളകിയ? കടൽക്കാക്കന്റെ പത്തേമാരി വരുന്നുണ്ട്. ഒരു 4 ദിവസം മുമ്പെങ്കിലും എനിക്ക് ലീവിലെത്താൻ കഴിയില്ല. ആ സന്തോഷം കൊണ്ട് ഓടി വന്ന് കല്യാണം കഴിക്കാനുള്ള ഓന്റെ ഒരു തിടുക്കേ. ഒരാഴ്ചയേ ഉള്ളൂ ഇവിടെ. അതിനു മുമ്പ് ഗുരുവിന്റെ ചില്ലറ പണിയൊക്കെ തീർക്കും. ആ ലോറൻസോടൊന്ന് വരാൻ പറയണം. ഇപ്പൊ തന്നെ പറയാം. കടല് കോള് കൊള്ളുന്നതിന് മുമ്പ് ഇവിടെ വിടണം. നമുക്ക് പോവാം. നോക്കൂ, ഇന്നലെ രാത്രി പൂരായിരുന്നു കടപ്പുറത്ത്. അയാൾ എത്തിയിട്ട് ഒരു ദിവസം കൂടി ആയില്ല. നിനക്കെന്ത് വേണം? 6-7 മാസം കടലിലെ യാത്ര കഴിഞ്ഞ് കരയിലെത്തുന്നവരവര്. നീ നിന്റെ പാട് നോക്ക്. വാ. ആന്റണി ചേട്ടനോ? ഞാൻ കണ്ടില്ല. ആരണ്ട് നേരെ പോയി കിടന്ന് ആരും കാണില്ല. രണ്ടെണ്ണം വിട്ടോണ്ട് കിടന്ന ഏത് എണ്ടിയും കാണാം. പോട്ടെ പോട്ടെ. ചേട്ടൻ എങ്ങോട്ടാ? കടപ്പുറത്ത് ഒരാള് കാണാൻ നിൽപ്പുണ്ട്. ഞാൻ അവളെ കാണാൻ പോവാ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കടപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു, ഞാൻ കാണാൻ പോകുന്നെന്ന്. അഥവാ ഞാൻ കാണാൻ പോകുന്നു. താൻ വണ്ടി വിടറോ? വിടറോ? ആ ചാട്ടി ചാട്ടി ചാട്ടി. പെട്രോളാ പെട്രോളൊക്കെ. പോട്ട് പോട്ട്. ആന്റണി ചേട്ടനെ ഈ രൂപത്തിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാ. എന്താ എന്നെ ആദ്യമായി കാണും പോലെ? ഇപ്പൊ നിന്നെ കാണാൻ നല്ല ചന്തമായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് കല്യാണം കഴിക്കാം. നല്ല രംഗം. താനൊന്ന് നന്നായിട്ടുണ്ടല്ലോടോ. ഇപ്പൊ കീടമടിയൊന്നും പഴയതുപോലെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എല്ലാം സുഹൃത്തുക്കൾ അല്ലാതെ എന്താ പറയാ?
വരാനെന്ത് താമസിച്ചേ? പോലീസുകാർ 4 പ്രാവശ്യം വന്ന് വീട് മുഴുവൻ തപ്പി. എന്നിട്ട് ഇവിടെ എന്നാ ഉള്ളത്? കള്ളക്കടത്താണേലും കാക്കയ്ക്ക് കണക്ക് തെറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തൻ ഒറ്റ കൊടുത്തത് കൊണ്ട് അകപ്പെട്ടു പോയെ. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെ. എങ്കിലും ഞാനത് മറന്നിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അവിടുത്തെ കച്ചവടമൊക്കെ മതിയാക്കി നമുക്കിവിടെ നിൽക്കവിടെ. കച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസം നമ്മൾ തീർത്തതാണ്. അതിന് കാക്കയെ നിനക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇതിന്റെ കഥ ഞാൻ കഴിക്കും. ഉമ്മാക്കിയാക്കാതെ പോടോ. അവിടെ ഇരിക്കുന്ന ഒഴിഞ്ഞ് തോടക്കൊപ്പിടിങ്ങെടുത്തു. ഞാനൊന്ന് തൊട്ടാ നിന്റെ കൂടും കുളിക്കൊക്കെ പൊട്ടുവോ? പൊട്ടിയ എളുപ്പമാ. അത് നിന്റെ തന്തയോട് പറഞ്ഞാ മതി. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ പറയാ. എന്താണ് പറയാ? നിന്നെ ഞാൻ അങ്ങോട്ട് നിർത്താൻ. ാവുമ്പോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കളയൂലേ? നോ നോ, സ്ഥലത്തില്ലാത്തവർ വന്നു ചേരുന്ന അവസരമല്ലേ. എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താ മാർഗമെന്നാ അവരുടെ ചിന്ത. ഇനിയിപ്പോ ഇടവക്കാരേക്ക് അറിയിക്കണ്ടേ അച്ചോ? അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഓ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനും പറയണ്ട. ആളെത്തി. ഒളിഞ്ഞു കേൾക്കുക മുഴുവൻ. ഇവിടെ വാ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുതിർന്നവർ തമ്മിൽ തീരുമാനിക്കും. മനസ്സിലായോ? മനസ്സിലായി. ക്രിസ്മസ് വരെ കാത്തിരിക്കാൻ നിനക്ക് ക്ഷമയുണ്ടാവില്ല. എനിക്ക് സമാധാനമായി റോബിൻ. എനിക്കും. റോബിനോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ മനസ്സിലാകെ പേടിയായിരുന്നു. എന്തിന്? നമുക്കൊരുമിച്ചൊരു ജീവിതം സാധിച്ചില്ലെങ്കിലും എന്ന്. നോക്ക്, സന്തോഷിക്കേണ്ട ഈ നേരത്തെ കരയാണോ? ഞാൻ ഉമ്മ വെച്ചല്ലോ. ഞാൻ സമ്മതിച്ചോണ്ടല്ലേ. റോബിൻ, നമുക്ക് പോവാം. ഡാഡി കാത്തിരിക്കുന്നുണ്ടാവും. നിൽക്കാനേ എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല. എനിക്കും പോകാൻ തീരെ മനസ്സ് വരുന്നില്ല. അയ്യോ, ഞാൻ പോവാ. നിൽക്കുന്നേ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എങ്ങോട്ടാ?
എന്താ ഇത്? പോയിക്കോ, നീ പോടി. നീ വാ. ഇന്റർവെൽ വരെ കഥ സൂപ്പർ. ഇനി ജ്യോതിമീനയുടെ ഒരു ഡാൻസ് ഫിറ്റ് ചെയ്യാം. വളരെ നന്നായി. ഇതൊന്നും എന്നെ കിട്ടില്ല, ഞാനില്ല. കാറ്റായാടവാ പൊങ്കും നിലവായി പാടവാ അഴകിൻ ചാമര വിശറിപ്പൂ ഇഴകൾ കോർത്തൊരു പന്തലിലായി മദനപ്പൂ ശരമെയ്തു വരും തമിഴകമതിമുഖി അരികിൽ വരും. നിറമതിയും ഇണകൾ ചേർന്നിടും ഈ ഇരവിൽ തമ്പുരു തന്ത്രികൾ മീറ്റ് വരും താമരതലമൊഴുകി വരും. വിലാസം മൃഗമതമാതകഗന്ധം മുളകൾ കൊട്ടിടും മുട്ടുകളിൽ മധുരത്തേൻ നിറതുളുമ്പുമ്പോൾ പുഷ്പശര ചെപ്പുലച്ചു വരും തരളിതരതി സഖി സുഖമരുളും. ഹലോ ഹലോ, ജ്യോതിമീനെല്ലാം ലയിച്ചു പോയോ? അതൊക്കെ സെയിം ലൊക്കേഷനിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ. അതെ, എന്താ പറയാ, റെഡി സാർ. വിളിക്കട്ടെ? വിളിക്കും വിളിക്കും. കുമാരി ബീന, കുമാരി സോന, കുമാരി ലീന. ഗുഡ് മോർണിംഗ്. കഷ്ടപ്പെട്ടത്
പാടണമെങ്കിൽ പാടിക്കാം, ആടണമെങ്കിൽ ആടിക്കാം. പാടിക്കാനോ? ഇനിയും പഠിപ്പിച്ചെടുക്കാനൊന്നും വയ്യ. ദേഷ്യപ്പെടരുത്. വേറെ ഒരു 6 lakhs ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ 14 ലക്ഷം. ഒന്ന് പാടി അഭിനയിക്കൂ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. വേഗം അവിടെ ബാറ്റ് പിടിക്കോട്ടെ, എടുത്താട്ടെ. എത്ര പെട്ടെന്ന് കൂട്ടിപ്പോയോ? ഇയാൾ ഡാൻസറാണ്. റാപ്പോ റേപ്പോ ബ്രേക്കോ? ഓക്കെ. മതി. ആ, ഓക്കെ. ഇനി നീ ഫൈറ്റ്. പാവം കല്യാണം പോലും കഴിച്ചിട്ടില്ല. ശരിക്കുന്നുണ്ടോ? സാരമില്ല, കുറച്ച് കഴിയുമ്പം മാറിക്കോളും കേട്ടാ. ഇതാണ് ശരിക്കുള്ള അഭിനയം, മനസ്സിലായ? അപ്പോ വീണ്ടും നമുക്ക് കഥയിലേക്ക് കിടക്കാം. അല്ലേ സാർ? അല്ല മിസ്റ്റർ പെരേര, അവിടെ എന്താ ഒരു ബഹളം? അല്ല, അത് വെളിയിൽ ചില കലാകാരന്മാർ 10,000ങ്ങളുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. Let them wait there. You carry on. ഇനി ബാക്കി കഥയിലേക്ക് കടക്കാം. അങ്ങനെ വിരഹിണിയായ അനി തന്റെ പ്രിയതമനെ അന്വേഷിച്ച് കടൽ തീരങ്ങളിലൂടെ അലഞ്ഞു നടന്നു. വന്നു പോയതല്ല, വരുത്തി വെച്ചതാ. ഞാൻ ഇവരോട് 1000 വട്ടം പറഞ്ഞതാ കെട്ടിന് മുമ്പുള്ള കൂട്ടവും കറക്കമൊന്നും വേണ്ടാന്ന്. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം പോയില്ലേ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്റെ റോബിക്ക് ഒന്നും പറ്റൂല. എന്ന് നിനക്കങ്ങനെ അറിയാം? ഈ നാട്ടിൽ പോലീസും പട്ടാളമൊക്കെ ഉണ്ട്. ചിലപ്പോ അവരവനെ വലവീശി പിടിക്കും. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കൊലയാളിക്ക് കൊലമരമാണ് ശിക്ഷ, നിനക്കറിയാമോ? എന്റെ റോബിക്കൊന്നും വരുത്തല്ലേ എന്റെ കർത്താവേ. അതേടി, കർത്താവെല്ലാം കണ്ടോണ്ടായിരിക്കുന്നേ. നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും കർത്താവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അവളെ വഴക്കൊന്നും പറയണ്ട. പിന്നെ പറയാതെ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. ഒരു കൊലപ്പുള്ളിയെ മരുമകനായിട്ട് വാഴിക്കാൻ മനസ്സ് അനുവദിക്കുന്നുണ്ടോ? നീ അവനെ പറഞ്ഞേക്ക് പോണേ, അതല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് കഴിയില്ല അപ്പ. കഴിയണം. ആന്റി കരയുന്നു? എനിക്ക് എന്റെ റോബി മോനെ കാണണം. അവനെ കാണാതെ പറ്റില്ല. ആന്റി വിഷമിക്കാതിരിക്കും. സത്യം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. കേട്ടത് മുതൽ എനിക്കും ശരീരം തളർന്നതുപോലെ. ഓർക്കാൻ വയ്യ എന്റെ മാതാവേ. പുറത്തെന്താ? നിന്നെ അന്വേഷിച്ച് പോലീസും പട്ടാളവും പരക്കം പായുന്നു. നിന്റെ ബൈക്കിന്റെ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്? അതാണ് അവർ തൊണ്ടിയായിട്ട് എടുത്തുകൊണ്ട് പോയത്. നിന്നെ കൊണ്ടുവരുമ്പോ ഞാൻ കരുതിയത് വേറെ എന്ത് തെളിവ് അവർക്കുള്ളതെന്നാ. ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ ഇരിക്കെ.
നീ എന്താ ഒന്നും കഴിക്കാത്തത്? വിഷം നിരുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരുത്തനെ കൊല്ലാൻ പോയപ്പോ നീ ഓർക്കണമായിരുന്നു. ഓരോ വേനകള്. ബീറ്റ് ഊർജിതപ്പെടുത്തിയിരിക്കുക അദ്ദേഹം. അതുകൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സാറേ വലിയ കപ്പിത്താനാ. ഇത്തവണ കാക്ക കരയെ വന്നിട്ട് നേരെ ചെവി ഒന്ന് കൂടാൻ പോലും പറ്റിയില്ലല്ലോ. അതിനെന്താ, ഇന്ന് കൂടാമല്ലോ. എസ് ഐ അദ്ദേഹം വീട്ടിൽ പോയിരിക്കുക. ഇന്ന് ഏതായാലും വരവില്ല. ആ നായിന്റെ മോൻ റോബിനില്ലേ, കൊന്ന റോബിൻ, അവനെ ഈ ഞാൻ തപ്പും. തപ്പി നമ്മുടെ തൊപ്പിയിലിടും. പിടിയവനെ എല്ലാത്തിനെയും ഞാൻ അടിച്ചു കൊണ്ടും. ഒന്നുമില്ല. ഞാൻ മാത്രമല്ല ഇതില്. എന്നാലും ആരെങ്കിലും ഇവിടെ കാണ്ടിയാണല്ലോ. ഇവിടെ നോക്കാം. എന്താണ് നോക്കട്ടെ. അല്ല വേണ്ട, വേഗോട്ട് പോവാ. എനിക്കെന്താ ഇവിടെ കാര്യം? ഒന്നുമില്ല, കാക്കനെ കണ്ട് എന്നാ മടക്കയാത്രാന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ആവുമ്പോ അറിയിക്കാം. തോന്നുവാണെങ്കിൽ കൊണ്ടുപോകും. മാപ്പാക്കണം. സമയമാവും തോറും എന്റെ മനസ്സിൽ ബേജാറ് കൂടി വരികയാണ്. അതുകൊണ്ടാണ് ചോദിക്കാനും പറയാനുള്ളത്. മേലാൽ ഈ പത്തേമാരിക്കകത്ത് എവിടെങ്കിലും നിന്നെ കണ്ടുപോയാ എന്നാ പിന്നെ ഞാൻ പിന്നെ വരാം അല്ലേ? എനിക്ക് റോബിനെ ഒന്ന് കാണണം. റോബിൻ എവിടാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? നീ അവനെ മറന്നില്ല അല്ലേ? ഇപ്പൊ വേണ്ട, നിന്നെ പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രിയാവട്ടെ, നീ എന്റെ പത്തേമാരി വാ, കാണിച്ചു തരാം. വേണേ മതി. നിക്കണവിടെ. എന്തിനാ നിക്കണവിടെ? അവിടെ നിക്കണം. നിന്നെ ഞാൻ നിക്കണവിടെ. എന്നെ എന്തിനാ സാറേ ഓടിച്ചേ? ഉമ്മയ്ക്ക് അടക്കിടോ, തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. ഈ ദുഃഖം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ സാറിന് കഴിയുമോ? ഇല്ല. എങ്കിൽ ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് കടലിലോട്ട് ചാട്. കൂടുതൽ വർത്താനം പറഞ്ഞാൽ ഇഴിച്ചതിന്റെ കൂമ്പുകളൊക്കെ കളയും. പിന്നെ ഞാൻ എന്തോ വേണം? നീയല്ലേ ആ ഫെലിക്സിനെ കൊന്നത്? അതെ. അത് താനെങ്ങനെ പറഞ്ഞു? വാ, നമുക്ക് വരുന്ന വീശിയിട്ട് വരാം. തെമ്മാടിത്തം പറയുന്നു. ഞാനല്ലല്ലോ, അവരല്ലേ പറഞ്ഞ്. നീ അവനെ കൊല്ലുമെന്ന് നാൽക്കാവലൊക്കെ പറഞ്ഞതോ? അതേ പറയാ, തമാശ പറഞ്ഞു. അത് പിന്നെ അത് റോബിനെ തല്ലി ചതച്ചതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞ. അതൊക്കെ അങ്ങ് കോടതി പറഞ്ഞാ മതി. പറഞ്ഞോളാം. പള്ളി പക്ഷേ അടിച്ചാലും ഇല്ലെങ്കിലും ഓടും. ആരണിയെ പിടിക്കാൻ സാറ് പൊക്കോ സാറേ. സാറ് ഡ്യൂട്ടി പോയി ചെയ്യും സാറേ. ആനയല്ലേ? അതെ. വാ.
റോബിൻ എന്താ മോളെ ലൈറ്റൊന്നും ഇടാതെ? ആ മോളെ, ഞാൻ തിരുവല്ലക്കാരെ കണ്ടേച്ചു വരിക. ഞാനതങ്ങ് ഉറപ്പിച്ചു. പ്ലീസ് പപ്പ, എന്നെ നിർബന്ധിക്കല്ലേ. ഞാൻ വാക്ക് കൊടുത്തു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഈ കല്യാണം ഞാൻ നടത്തും. നീ നോക്കിക്കോ. എടി ക്ലാരെ, ഇതൊക്കെ ഒന്ന് കഴിപ്പറക്കി വെക്കടി വേഗം. ഇപ്പൊ ഒരു ഓരോരുത്തമാര് ആനെ ഒന്നിങ്ങി വന്നേ. റൂബിന്റെ വലിയ വീടുണ്ട് പെണ്ണെ. എവിടെയായാലും അവരവനെ തപ്പും. ആ ചെക്കനെ ആളൊരു വിളഞ്ഞ വിത്ത. ഈ പോക്കുവരവ് അത്ര നല്ലതിനല്ല. നിനക്ക് റോബിനെ അത്രയ്ക്കിഷ്ടമാണോ? അവനെ പിടിച്ചാൽ എന്തുണ്ടാവുമെന്നറിയാവോ? എന്താ നിന്ന് കളഞ്ഞേ? പോടാ, പോയി പിടികൊടുക്ക്. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്നെ അവര് പിടിക്കുന്നതിന് മുമ്പ് ഞാൻ കാട്ടിക്കൊടുക്കും. 2 വഴി നിന്റെ മുമ്പിലുണ്ട്. ഇവിടം വിട്ട് പുറത്തു പോയി പോലീസിന് പിടികൊടുക്കുക, അല്ലെങ്കിൽ ഈ പത്തേമാരി വരുമ്പോൾ കൂടെ പോരുക. ഏതു വേണമെന്ന് നീ തന്നെ തീരുമാനിക്കുക. തന്നെ കാണാനേ ഇല്ലല്ലോ. എങ്ങും പോകാറില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാ. എനിക്കും ദുഃഖമുണ്ട്. എങ്ങനെയുള്ളവനായാലും അവൻ എന്റെ മോനായിപ്പോയില്ലേ. എനിക്ക് ദുഃഖമുണ്ട്. തന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാ അങ്ങോട്ട് വരാത്തത്. ആർക്ക് ദുഃഖമില്ലെങ്കിലും എനിക്ക് ദുഃഖിക്കാതിരിക്കാൻ പറ്റൂ. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കുക. ഞാൻ എന്റെ മകൾക്ക് വേറൊരാളെ അന്വേഷിക്കുകയാണ്. അതെ, അതാണ് നല്ലത്. റോബിൻ, ആനി, ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ റോബിൻ. എല്ലാം തീരുമാനിച്ച മട്ടിലാണ് പപ്പ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഇനിയൊരു മോചനമില്ല. അതുകൊണ്ട് നീ പപ്പ പറയുന്ന അനുസരിക്ക്. 2 ദിവസത്തിനുള്ളിൽ ഈ പത്തേമാരി ഇവിടം വിടും. എങ്ങോട്ട് അറിയില്ല, ദൂരെ ഏതോ സ്ഥലത്തേക്ക്. ആനി വരുന്നു എന്നോടൊപ്പം. എവിടേക്കാണെങ്കിലും. പറ്റില്ല, ഒരു കൊലപ്പുള്ളിയോടൊപ്പം വരാൻ ഒരു പെൺകുട്ടിക്കും കഴിയില്ല. ഞാൻ എന്ത് മണ്ടനാ.
അങ്ങനെ പറയല്ലേ റോബിൻ. എന്റെ പപ്പ. എനിക്കതറിയാം മാനി. പക്ഷേ ഈ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചും കഴിഞ്ഞു പോകാൻ, എവിടേക്കായാലും. ഇങ്ങോട്ടേക്ക് സൂക്ഷിക്ക. ഇറക്കാം. റോബിൻ, എപ്പോഴും പെണ്ണിനെ മണപ്പിച്ച് നടക്കാതെ ഗുരുവിലെ പണി വല്ലതും ചെയ്യാൻ നോക്ക്. അതാ നല്ലത്. കപ്പലിലെ പണിയൊക്കെ പഠിച്ച് വലിയ കപ്പിത്താനാവണം. അപ്പൊ ഈ കോയന്റെ കാര്യം മറക്കരുതേ. എനിക്കൊരിക്കലും ഒരു കപ്പിത്താനാവാൻ കഴിഞ്ഞില്ല. അതിനെങ്ങനെ എന്റെ വാപ്പക്ക് 5-10 പത്തേമാരിന്റെ ഉണ്ട്. സത്യമാണ്. സത്യമാണോ കാര്യം കളവ് പറയോ? കോയന്റെ ഒരു പുളി ഞാൻ പോവാ. ഒത്തിരി ദൂരത്തങ്ങനെ പത്തേ മാറിയടുക്കുമ്പം ഇത്തിരിയുള്ളോരോലക്കുടിലിൽ തിങ്കൾ കലയുടെ തിരിതെളിയും
പടവളയങ്ങനെ മിന്നുമ്പോൾ ഒരു ജഗമുകിലേ ഒത്തിരി ഒത്തിരി ദൂരത്തങ്ങനെ പത്തേ മാറി അടുക്കുമ്പം ഇത്തിരിയുള്ളോരോലക്കുടിലിൽ തിങ്കൾ കലയുടെ തിരിതെളിയും പൂങ്കനവുകൾ വിരിയണ കൽബ് മാണിക്യം വിളയണ ദ്വീപ് പൂങ്കനവുകൾ വിരിയണ കൽബ് 17 പൂങ്കാവനിയിൽ പനിനീർ മലരിനുൾക്കുളിര് 17 പൂങ്കാവനിയിൽ പനിനീർ മലരിനുൾക്കുളിര് ആരും കാണാതര തളിരിൽ മധുര പുഞ്ചിരി തെളിയേണം ആരും കാണാതര തളിരിൽ മധുര പുഞ്ചിരി തെളിയേണം ഒത്തിരി ഒത്തിരി ദൂരത്തങ്ങനെ പത്തേ മാറി അടുക്കുമ്പം ഇത്തിരിയുള്ളോരോലക്കുടിലിൽ തിങ്കൾ കലയുടെ തിരിതെളിയും കടമിഴിയിൽ പ്രേമനിലാവ് നാണപ്പൂകുതിരണരാവ് കടമിഴിയിൽ പ്രേമനിലാവ് മണിമഞ്ചപ്പൂവിരി നീട്ടി മാരനിരിക്കണ പുതുരാവ് മണിമഞ്ചപ്പൂവിരി നീട്ടി മാരനിരിക്കണ പുതുരാവ് കണ്ട കിനാവിൻ കവിളിന തോറും കനക കതിരുകൾ പടരേണം കണ്ട കിനാവിൻ കവിളിന തോറും കനക കതിരുകൾ പടരേണം ഒത്തിരി ഒത്തിരി ദൂരത്തങ്ങനെ പത്തേ മാറി അടുക്കുമ്പം തിരിയുള്ളോരോലക്കുടിലിൽ തിങ്കൾ കലയുടെ തിരിതെളിയും പൊന്നും പണ്ടും പടവളയങ്ങനെ മിന്നുമ്പോൾ ഒരു ജഗമുകില് 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 ബഹളം വെച്ചിട്ടോ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. പുറത്ത് കടലാണ്. അടങ്ങി നിന്നാൽ നിനക്കും അവനും കൊള്ളാമടി. ഞാൻ വിചാരിക്കുന്നത് നടക്കൂ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പോലീസിന്റെ മുമ്പിൽ നീ തന്നെയാണ് കുറ്റക്കാരൻ. വാ, നീ വിചാരിച്ചാൽ റോബിനെ രക്ഷപ്പെടുത്താം. വാ. നിന്നെ ഉരുവിലെത്തിച്ചതിന് ശേഷം ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാവൂ. ഫെലിക്സിനെ കൊന്നത് നീയാണെന്ന് കരുതി. അല്ലടാ, ഞാനാ അവനെ കൊന്നത്. എന്നെ ഒന്ന് രക്ഷിക്കുക. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. എന്നെ ഒന്ന് രക്ഷിക്കുക.
അങ്ങനെ പത്തേമാരി കടൽ തീരത്തേക്കടുക്കുന്നു. നിരപരാധികളായ നായകനും നായികയും വിവാഹിതരാകുന്നു, സന്തോഷകരമായി ജീവിക്കുന്നു. അങ്ങനെ ശുഭപര്യവസായിയായ ഒരു കഥ. സംവിധാനം ചെയ്യുന്ന വിചിത്രമായ ഈ സിനിമയിൽ വിചിത്രമായ രീതിയിൽ സ്റ്റണ്ട് ചെയ്യാൻ അറിയാവുന്ന വിചിത്രനായ ഒരു വില്ലനെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതിന് ഞാനുണ്ടാ. ആരാത്? ഞാനാടാ. അടിച്ച് നിരത്തണവന്. ഓ എന്നെ രക്ഷിക്കണേ, ഞാൻ ഒരു ഇഞ്ഞു പോടാ. പിടിക്കല്ലേ. ഇനി ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഞാനായിരിക്കും.